Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അമ്പലപ്പുഴ പാൽ പായസമാണ്. അമ്പലപ്പുഴയായിട്ട് എനിക്കുള്ള കണക്ഷൻ എൻ്റെ ഫാദറിൻ്റെ വീട് അവിടെയാണ്. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ ചെല്ലുമ്പം എല്ലാ തവണയും അമ്പലപ്പുഴ പാൽ പായസം ഒന്നുകിൽ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് മേടിക്കും, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും അത് വാങ്ങി വെച്ചിട്ടുണ്ടാവും ഞങ്ങൾക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ അതേ രുചിയിലുള്ളൊരു പാൽപ്പായസമാണ്, ഏകദേശം അതേ രുചിയിലുള്ളൊരു പാൽപ്പായസമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഈ റെസിപ്പി ഞങ്ങളുടെ അമ്പലപ്പുഴയിലുള്ള എല്ലാ റിലേറ്റീവ്സിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് 1 ലിറ്റർ പാല്, റൂം ടെമ്പറേച്ചറുള്ള പാലാണ്, അതിലേക്ക് 1 കപ്പ് പഞ്ചസാര, പിന്നെ 1 പിടി ഉണങ്ങലരി. ഇപ്പം കപ്പിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെ കൈ ഓരോ അളവായിരിക്കും. പക്ഷേ ഏകദേശം ഇപ്പം എൻ്റെ കയ്യിലെടുക്കുമ്പോൾ ഒരു 1/3 കപ്പ് അങ്ങനെയാണ് കൊള്ളുക. അപ്പോൾ ഒരു 1/4 കപ്പ് മുതൽ 1/3 കപ്പ് എന്നുള്ള ഒരു കണക്കിൽ പിന്നെ ഒന്ന് ആ പഞ്ചസാരേനെ ഒന്ന് നല്ലോണം ഇളകാനായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ എല്ലാവരും ചെയ്യുന്നതിൽ. ഞാനിപ്പോൾ ഇത് ഒന്ന് തിളച്ചതിന് ശേഷമാണ് ഞാനിത് വെയിറ്റിട്ട് മൂടുന്നത്. ഇപ്പം നമ്മുടെ പാല് നല്ലോണം തിളച്ചു. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് തീ ചെറുതാക്കാം. ചെറുതെന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും ലോൻ്റെ കുറച്ച് മുന്നിലായിട്ട്, മീഡിയം എത്തരുത് കേട്ടോ, അങ്ങനെ. അതിൽ നമ്മൾ വെയിറ്റ് ഇട്ടിട്ട് ഈ മൂടി വയ്ക്കുകയാണ്. ഏറ്റവും ലോ ആയാലും കുഴപ്പമില്ല, ഓരോരുത്തരുടെ അടുപ്പിൻ്റെത് പോലെ ഇത് വിസിലൊന്നും വരണ്ട. ഇങ്ങനെ നമുക്കൊരു അരമണിക്കൂർ ഇതിനെ വെക്കാം. ഇപ്പം അരമണിക്കൂർ കഴിഞ്ഞു. ഇപ്പം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ശബ്ദം കേൾക്കാം. ഇപ്പം നമ്മൾ പാത്രം ഇവിടുന്ന് അനക്കുന്നില്ല. ഇപ്പം അടുപ്പ് ഓഫാക്കിയതിന് ശേഷം 1 മണിക്കൂർ നമ്മളതിനെ അനക്കാതെ വെച്ചു. അതിന് ശേഷമാണ് നമ്മളിപ്പോൾ കുക്കർ തുറക്കുന്നത്. നമ്മുടെ പായസം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ കളറൊക്കെ കണ്ടില്ലേ, നല്ലൊരു ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പം കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടി കുറുക്കണം തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. എന്തായാലും ഒന്ന് ഇരുന്ന് കഴിയുമ്പം കുറച്ചൊന്ന് വറ്റും, അത് ചൂടൊക്കെ തണിയുമ്പം. പിന്നെ ഹോൾ മിൽക്ക് തന്നെ ഉപയോഗിക്കണം, എന്നാലേ ഈ ഒരു കളറ് കിട്ടുള്ളൂ. എല്ലാവർക്കും എൻ്റെ പായസത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.